കേരള സർക്കാർ PRD വകുപ്പിലെ പുറം കരാറുകാർ ടെൻഡർ വിളിക്കാതെ വേണ്ടപ്പെട്ടവർക്ക് നൽകിയ ഡെപ്യൂട്ടി ഡയറക്ടർ കെ സുരേഷ് കുമാർ, മുൻ SFI നേതാവ്. കേരള യൂണിവേഴ്സിറ്റി യൂണിയനിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇയാൾ വിജയകുമാർ നിയമസഭാ സ്പീക്കർ ആയിരിക്കെ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായിരുന്നു. അതിനുശേഷമാണ് PRD ഉദ്യോഗസ്ഥനായത്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ മകൻ അമലിന്റെ കടലാസ് കമ്പനിക്ക് നവകേരള സദസ് കേരളീയം ലൈവ് സ്ട്രീമിംഗ് കരാറുകൾ ടെൻഡർ ഇല്ലാതെ നൽകിയാണ് സുരേഷ് കുമാർ വിവാദത്തിലായത്. ടെൻഡർ ഇല്ലാതെ നൽകിയ കരാറുകളുടെ ബില്ലുകൾ പാസാക്കാനാകില്ലെന്ന് PRD ഡയറക്ടർ TV സുഭാഷ് തീർത്തു പറഞ്ഞതോടെ സുരേഷ് കുമാർ കുടുങ്ങി. PRDയിൽ സുരേഷ് കുമാർ നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിൽ ചെറിയൊരു ഭാഗമേ പുറത്തു വന്നിട്ടുള്ളൂവെന്നാണ് വകുപ്പിലെ മറ്റുദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. ഓഡിറ്റ് വിഭാഗം പിടികൂടിയ ക്രമക്കേടുകളിൽ സുരേഷ് കുമാർ അന്വേഷണം നേരിടുന്നുമുണ്ട്. ഏറെക്കാലമായി PRD അടക്കി വാഴുന്ന സുരേഷ് കുമാർ വകുപ്പിലെ മേലുദ്യോഗസ്ഥർക്കും ഭീഷണിയായിരുന്നു. സെക്രട്ടേറിയറ്റിലെ CPM ഫ്രാക്ഷനിൽ പ്രധാനിയായ സുരേഷ് കുമാറിനോട് മേലുദ്യോഗസ്ഥർ വരെ വിധേയപ്പെട്ടാണ് നിൽക്കാറ്. IAS ഡയറക്ടർ TV സുഭാഷ് കർശന നിലപാട് സ്വീകരിച്ചതോടെ സുരേഷ് കുമാർ അങ്കലാപ്പിലാണ്. ടെൻഡർ വിളിക്കാതെ കരാർ നൽകിയതിന്റെ ഉത്തരവാദിത്വം വെബ് ആൻഡ് മീഡിയ റിലേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറായ സുരേഷ് കുമാറിനാണ്. ഇക്കാര്യത്തിൽ ഓഡിറ്റ് അന്വേഷണം വന്നാൽ സുരേഷ് കുമാറിന് കുരുക്കു വീഴും. PRD അഴിമതി അന്വേഷണം ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് K സുധാകരൻ രംഗത്തിറങ്ങിയതോടെ PRD ഉദ്യോഗസ്ഥൻ ഭയപ്പാടിലാണ്. സുരേഷ് കുമാറിന്റെ അഴിമതിക്ക് കൂട്ടുനിന്നിരുന്ന സഹപ്രവർത്തകരും കുടുങ്ങും. PRDയിലെ സ്ഥലംമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സുരേഷ് കുമാർ ഇടപെട്ടിരുന്നു. സുരേഷിന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ CPM വിരുദ്ധരെന്ന് മുദ്രകുത്തി വടക്കൻ ജില്ലകളിലേക്ക് സ്ഥലം മാറ്റിയിട്ടുമുണ്ട്. സുരേഷ് കുമാറിന്റെ തേർവാശിയിൽ മനസ്സുമടുത്ത വകുപ്പ് ഉദ്യോഗസ്ഥരാണ് അഴിമതി ഫയലുകൾ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകുന്നത്.